ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്വാതി എന്നാണ്. ഞാൻ PTM ഗവൺമെൻറ് കോളേജ് പെരിന്തൽമണ്ണയിലെ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. സോ PTM SFI യൂണിറ്റിന് കീഴിൽ ഇനി അഡ്മിഷൻ എടുത്ത് ഈ അധ്യയന വർഷത്തിൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ അവരെടുക്കുന്ന കോഴ്സുകൾക്ക് ഭാവിയിൽ എന്തൊക്കെ സാധ്യതയുണ്ട്, ഏതൊക്കെ പരീക്ഷകൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അവർക്ക് എന്തെല്ലാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതെല്ലാം അവർക്കൊന്ന് പരിചിതമാക്കാൻ വേണ്ടി അവർക്കൊരു ചെറിയ സഹായം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്കത് സഹായകരമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അത് ഏതോ ആയിക്കോട്ടെ. ഇപ്പം ചിലവർക്ക് മാത്സിലായിരിക്കും താല്പര്യം, ചിലവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് സബ്ജക്റ്റുകളിലായിരിക്കും താല്പര്യം, ചിലവർക്ക് കൊമേഴ്സ്, BBA, BCom പോലുള്ളതിലായിരിക്കും, ചിലവർക്ക് ആർട്സ് വിഷയങ്ങൾ, ചിലർക്ക് ഹ്യൂമാനിറ്റീസ്, സോഷ്യോളജി പോലുള്ളതൊക്കെ ആയിരിക്കും താല്പര്യം. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യലാണ്. സോ അവനവൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അവനവൻ്റെ സ്ട്രെങ്ത് എവിടെയാണ് എന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി. അപ്പോൾ ആ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഫീൽഡിലാണ് എന്നുള്ളത് നമുക്ക് സ്വയം അറിയാൻ കഴിയണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വളരെ സ്മൂത്ത്ലി പോയിക്കോളും. സോ ആദ്യം നമ്മൾക്ക് അതറിയണം, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും അതിന് എത്ര ടഫാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനോടൊരു അഭിരുചി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇഗ്നിഷൻ, ഒരു ഫയർ അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. സോ അതാണ് ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് നോക്കാം. സോ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും മാത്രമല്ല പൊതുവേ സമൂഹത്തിലുള്ള ഒരു കൺസെപ്ഷനാണ്, അതായത് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചറാവാം. പക്ഷേ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചറാവാൻ മാത്രമല്ല പറ്റുക, ഒരുപാട് കരിയർ ഓപ്ഷൻസ്, ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ വേറെയുണ്ട്. ഇംഗ്ലീഷ് ടു ബി എ ടീച്ചർ ഇസ് എ ഗുഡ് ഓപ്ഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓൺലി ഓപ്ഷൻ. You have a very wide variety of options in front of you. It's just that you have to look to it. നിങ്ങൾ അതിലേക്കൊന്ന് നോക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ തേടി ഒന്നും വരില്ല, നമ്മൾ അതിനെ തന്നെ തേടി പോകണം. സോ ഇനിയിപ്പോൾ പ്രൈമറിലി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് തന്നെ നോക്കാം. സോ ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങി യൂണിവേഴ്സിറ്റി ലെവലിൽ വരെ നിങ്ങൾക്ക് ആസ് എ ഫാക്കൽറ്റി വർക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇപ്പോൾ CTET പോലുള്ള ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBSEയുടെ അണ്ടറിലൊക്കെ 1 to 8 ക്ലാസ്സുകളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ കഴിയും. അല്ല അപ്പോൾ സെറ്റ്, നെറ്റ് തുടങ്ങിയ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള PSCയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഗവൺമെൻറ് ജോബായിട്ട്. അതല്ല, ഇനി നിങ്ങൾക്ക് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതിൻ്റെ കീഴിൽ നെറ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജുകളിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. സോ ടീച്ചിങ് ഏത് ഫീൽഡിലും, പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ, യു ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS ട്രെയിനറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. കാരണം ആസ് ലോങ് ആസ് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ പോകുന്നു, അവിടെ ജോബ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ TOEFL അല്ലെങ്കിൽ IELTS ഇതിലേതെങ്കിലും ഒരു എക്സാമിനേഷൻ അവർ പാസ്സാവണം. സോ ആസ് ലോങ് ആസ് അങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളിടത്തോളം കാലം IELTS ട്രെയിനേഴ്സിനും അല്ലെങ്കിൽ എക്സാമിനേഴ്സിനും അസസേഴ്സിനും ഒക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു IELTS ട്രെയിനറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് IELTSന് കോച്ചിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ട്യൂട്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. യു ക്യാൻ ബി ആൻ ഓൺലൈൻ ഇംഗ്ലീഷ് ഫെസിലിറ്റേറ്റർ. ഓൺലൈനിൽ നിങ്ങൾക്ക് ട്യൂട്ടറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇനി അല്ല, നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ UGക്ക് ശേഷവും നിങ്ങൾക്ക് അക്കാദമിക്സ് തന്നെ പെർസ്യൂ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കോളേജിൽ നമ്മൾ UGക്കുള്ള നമ്മുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾ മാസ്റ്റേഴ്സിന്, അതായത് PGക്ക് ജോയിൻ ചെയ്യുന്നു. ഇനി PGക്ക് ശേഷം നിങ്ങൾക്ക് ഫെർദർ സ്റ്റഡിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ യു ഹാവ് MPhil, പിന്നെ നിങ്ങൾക്ക് PhD ചെയ്യാം. സോ ഇപ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ പോലും നമുക്ക് നാട്ടിൽ ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. ഇനി അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി IFLU ഹൈദരാബാദ് ഉണ്ട്. ഇതെല്ലാം ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആൻഡ് ഇവരുടെ എല്ലാം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. സോ അവിടേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇതിൽ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസും
മാസ്റ്റേഴ്സിന് നിങ്ങൾക്ക് എൻട്രൻസ് ബേസിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ളവർ ആ ഫീൽഡ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക. ഇപ്പോൾ MPhil ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MPhil ചെയ്യാം, ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ MPhil ചെയ്യാം, ലിംഗ്വിസ്റ്റിക്സിൽ MPhil ചെയ്യാം, PhD ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം അക്കാദമിക്സ് പെർസ്യൂ ചെയ്യണം എന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റിയ മേഖലകളാണ്. ഇനി നമുക്ക് തിരിച്ചു വരാം ജോലി സാധ്യതകളിലേക്ക്. ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ടീച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് എന്നുള്ളതൊരു ട്രഡീഷണൽ കരിയർ ഓപ്ഷനാണ്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ മോഡേൺ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനാണ്. അതായത് അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെയും ഡിജിറ്റൽ വേൾഡിൻ്റെയും ഒക്കെ ഒരു എഫക്റ്റ് കൊണ്ട് ഉണ്ടായി വന്ന ട്രെൻഡി ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനാണ് കണ്ടന്റ് റൈറ്റർ എന്നുള്ളത്. കണ്ടന്റ് റൈറ്റർ എന്നുള്ളത് സിമ്പിളാണ്. നമ്മൾ ഭൂരിഭാഗം പേരും ഇൻ്റർനെറ്റിൽ നിന്ന് നോട്ട്സ് എടുക്കുന്നവരാണ്, ഇൻ്റർനെറ്റിൽ നിന്ന് ബാക്കി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നവരാണ്, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ പോലും. സോ ഇതെല്ലാം വെറുതെ അവിടെ വരുന്നതല്ല, ഇതെല്ലാം ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ആയിട്ട് വെബ്സൈറ്റുകൾക്ക് കൊടുക്കുന്നതാണ്. സോ ഭൂരിഭാഗമായിട്ടുള്ള കണ്ടന്റ് റൈറ്റേഴ്സ്, അതായത് അക്കാദമിക് വെബ്സൈറ്റ്സും കണ്ടന്റ് റൈറ്റേഴ്സിന് വെക്കുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. സോ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കാദമിക് വെബ്സൈറ്റിനോ, ഇനി അക്കാദമിക് അല്ല നോൺ അക്കാദമിക് വെബ്സൈറ്റ് ആണെങ്കിലും അതിൻ്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് പെയ്ഡ് ഫൈൻ. ലൈക്ക് നിങ്ങൾക്ക് പേയ്മെൻ്റ് ആണെങ്കിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് അതിന് ലഭിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. ഇപ്പോൾ ഗ്രാജുവേഷന് ശേഷം മാസ്റ്റേഴ്സിനെ പെർസ്യൂ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കുന്നതിനൊപ്പം ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളത്. സോ ഭൂരിഭാഗം എല്ലാ വെബ്സൈറ്റുകാരും കണ്ടന്റ് റൈറ്റേഴ്സ് എന്നുള്ളതിന് പറയുന്ന എലിജിബിലിറ്റി UG ആണ്, ഗ്രാജുവേഷനാണ്. സോ കണ്ടന്റ് റൈറ്റർ ഇസ് എ വെരി ട്രെൻഡി കരിയർ ഓപ്ഷൻ. പിന്നെയുള്ള ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഈസ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് ഓൾസോ നൗഡേസ് എ പ്രൊഫഷണൽ. അതായത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് വരുന്നത് ഇപ്പോൾ മീഡിയ ഏരിയയിലേക്ക് തിരിയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഷോസിൻ്റെ സ്ക്രിപ്റ്റ്, ഈവൻ മൂവി സ്ക്രിപ്റ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആസ് യുവർ ക്രിയേറ്റിവിറ്റി, നോവൽസ് ആണെങ്കിലും പോയിൻറ്റ്സ് ആണെങ്കിലും ഇങ്ങനെയെല്ലാം വരുന്നതെല്ലാം ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് കീഴിൽ വരാണ്ട് ഇറ്റ് ബിക്കംസ് എ കരിയർ ഓപ്ഷൻ. പക്ഷെ അതിനെല്ലാം ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു മിയർ കരിയർ ഓപ്ഷനേക്കാൾ ഉപരി അതിന് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് പാഷൻ. നിങ്ങൾക്ക് ആ വർക്കിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിനോടുള്ള പാഷൻ അനുസരിച്ചിരിക്കും ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് അത് വൈഡ് വെറൈറ്റി ഓഫ് കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മീഡിയ ആൻഡ് ജേർണലിസം. സോ മീഡിയയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് BA ഇംഗ്ലീഷിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ദേ ക്യാൻ ഗോ ഫോർ ജേർണലിസം. സോ ജേർണലിസത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസ് ആങ്കറായിട്ട്, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ട്, നിങ്ങൾക്ക് ചീഫ് എഡിറ്ററായിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് പബ്ലിഷിംഗ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പം വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷിംഗ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കണ്ടന്റ് എഡിറ്ററായിട്ട് അല്ലെങ്കിൽ പ്രൂഫ് റീഡറായിട്ട് ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം ഒരു ഗ്രാജുവേറ്റ് BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിക്ക് വളരെ നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ പറ്റുന്ന നല്ല കരിയർ ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിലേക്ക് തിരിയുന്നുള്ളൂ. പക്ഷേ ഇറ്റ് ആക്ച്വലി ഹാസ് എ വെരി ഗുഡ് സ്കോപ്പ് ഇൻ ഫ്യൂച്ചർ ഓൾസോ. കാരണം നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിനൊക്കെ എത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളത്. സോ ആസ് ലോങ് ആസ് ദേ ആർ ഇൻ ഡിമാൻഡ്, ദിസ് കരിയർ ഈസ് ഓൾസോ ഇൻ ഡിമാൻഡ്. പിന്നെയുള്ള ഒരു ഇതാണ് കോർപ്പറേറ്റ് ജോബ്സ്. കോർപ്പറേറ്റ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ MNC അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനീസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പബ്ലിക് റിലേഷൻസ് മാനേജർ, ബിക്കോസ് പബ്ലിക് റിലേഷൻസ് മാനേജർ ദേ നീഡ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കാരണം ഇപ്പോൾ MNC ഒക്കെ ആണെങ്കിൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പല ഫോറിൻ ക്ലയൻസുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യേണ്ടി വരും, നിങ്ങൾ സംസാരിക്കേണ്ടി വരും, ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ ഇറ്റ് ഈസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ വാട്ട് ദേ ലുക്ക് ഫോർ. സോ അങ്ങനെയുള്ളവർക്ക് PR മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, HR മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിലേക്കൊക്കെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ഗെറ്റ് പെയ്ഡ് വെൽ. സോ അതൊരു ഓപ്ഷനാണ്.
പിന്നീട് വരുന്നതാണ് ഇനി നമുക്കിപ്പോൾ പബ്ലിക് സെക്ടറിലാണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒരുപോലെ വരുന്ന ഒരു കരിയർ ഓപ്ഷനാണ് ട്രാൻസ്ലേറ്ററിന് നമുക്കിപ്പോൾ പബ്ലിക് സെക്ടറിൽ ട്രാൻസ്ലേറ്റർ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് PSC എക്സാംസ് ഉണ്ട്. നിങ്ങളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ലാംഗ്വേജിനെ ഫോറിൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ട്, ഫോറിൻ ലാംഗ്വേജിനെ ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ട്. രണ്ട് രീതിയിലുണ്ട്. സോ അത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഫെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡീൽസ് നടക്കുമ്പോൾ നെഗോഷിയേഷൻസിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോ ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രൊഫഷൻ. സോ അത് ഗ്രാജുവേറ്റ്സിന്, അതായത് എസ്പെഷ്യലി ലാംഗ്വേജ് ഗ്രാജുവേറ്റ്സിന് അത് വളരെ ഹെൽപ്ഫുൾ ആവും. പിന്നീടുള്ള ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലും ഇതേ ട്രാൻസ്ലേറ്ററിൻ്റെ ജോബ് വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MNCസിൻ്റെ ഒക്കെ കാര്യത്തിൽ, കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ കാര്യത്തിൽ അവരുടെ ബിസിനസ് ഡീൽസിന് നെഗോഷിയേഷൻസിന് എല്ലാം ട്രാൻസ്ലേറ്റേഴ്സിനെയാണ് അവർ യൂസ് ചെയ്യുക. സോ യു നീഡ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ എക്സാംസ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് IAS മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലേക്ക്, അതായത് IAS, IPS, IFS, IES, IRS ഇതെല്ലാം, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇതിലേക്കെല്ലാമുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം UPSC വഴിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSCയുടെ CSAT, അതായത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ഇതിലേക്കെല്ലാം ഉള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സോ ഇതിൽ ഗ്രാജുവേറ്റ്സിന്, അതായത് എസ്പെഷ്യലി ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം CSATയുടെ പേപ്പർ B എന്ന് പറയുന്നത് പ്യുവർലി ഇംഗ്ലീഷാണ്. സോ നമുക്ക് ലാംഗ്വേജിൽ എത്രത്തോളം നമുക്ക് നോളജ് ഉണ്ടോ അത് നമ്മളെ അത്രയും സഹായിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇപ്പം നമ്മുടെ കോളേജിൽ PTM കോളേജിലാണെങ്കിൽ ഗ്രാജുവേഷന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയും ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ്. സോ അത് മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് എത്രയായാലും ഇപ്പോൾ നമ്മളൊരു വിക്ടോറിയൻ നോവലാണ് വായിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ എടുത്ത് തരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ നോവൽ മാത്രമല്ല എടുത്ത് തരണം, നമുക്ക് ആ കാലഘട്ടത്തിനെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ വേറെ കാര്യങ്ങളുമായിട്ട് എങ്ങനെയാണ് ആ റൈറ്റർ അതിനെ ലിങ്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ എടുത്ത് തരുന്നുണ്ട്. സോ നമ്മളെപ്പോഴും ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ്. സോ ഈ ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഫോർ UPSC, അതായത് CSATയുടെ വൺ ഓഫ് ദ സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നമുക്ക് അത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. പ്ലസ് നമുക്ക് ഇംഗ്ലീഷ് ഒരു പേപ്പറാണ്, നമുക്ക് സബ്ജക്റ്റീവ് റൈറ്റിംഗ് ഉണ്ട് CSATയിൽ. അതിനെല്ലാം ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് നമുക്ക് ലാംഗ്വേജിനോട് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാകുന്നതുകൊണ്ട് കൂടി തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എത്രയായാലും ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് CSATയുടെ ഇൻ്റർവ്യൂ സെക്ഷൻ. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദേ ലുക്ക് ഫോർ ഇസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഹൗ ഗുഡ് ആർ യു ഇൻ കമ്മ്യൂണിക്കേഷൻ, ഹൗ ഗുഡ് ആർ യു വിത്ത് വേർഡ്സ്. സോ എത്രയായാലും നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് വരുന്ന ഒരു എക്സാമാണ് SSC എന്ന് പറയുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വാരിയസ് സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അതിലിപ്പോൾ CGL പോലെയുള്ള എക്സാംസ്, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ്, അത് 4 ടയറുകളായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ ഇംഗ്ലീഷ് അതിൻ്റെ പേപ്പേഴ്സിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്. പിന്നെ എക്സാംസ് വരുന്നത് UPSCയുടെ തന്നെ CDS, ഡിഫൻസ് സർവീസിലേക്കുള്ളത്, എയർഫോഴ്സ്, നേവി പോലുള്ളതിലേക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് ഈ എക്സാംസ് എഴുതാം. പിന്നെ IBയിലേക്ക്, ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് എക്സാംസ് എഴുതാം. ദെൻ യു ക്യാൻ ഗോ ഫോർ പ്രൊബേഷണറി ഓഫീസിൻ്റെ, ഇപ്പോൾ IBPS, SBI പോലുള്ള ഒരു പ്രൊബേഷണറി ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് നടത്തും. സോ ഗ്രാജുവേഷൻ ബേസിസിൽ വരുന്ന ഏത് UPSCയോ അല്ലെങ്കിൽ കേരള PSC എക്സാമോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വെച്ചിട്ട് എഴുതാം. സോ ഇതെല്ലാം വൈഡ് വെറൈറ്റി ഓഫ് കാരിയർ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനാണെങ്കിലും അതെ, ഒരുപാട് മേഖലകളിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷനെ എടുത്ത് പോകാനും ഇംഗ്ലീഷ് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് സാധിക്കും. സോ ഇതൊക്കെയാണ് നമുക്കൊരു ബേസ് എന്നുള്ള രീതിയിലൊരു പ്രൈമറിലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ, എല്ലാവർക്കും സഹായകരമാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.